നമസ്തേ സ്വാമിജി. നമസ്തേ. സ്വാമിജി ഒരു ദീർഘ യാത്രയെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുകയല്ലേ? അതെ. അപ്പോൾ നമുക്ക് ആ യാത്രയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. ലോകത്തിന് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും നമുക്ക് കൊടുക്കണം. തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹമായിരിക്കും ലോകത്ത്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു അഭിമുഖത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ ആദ്യം സ്വാമിജിയുടെ യാത്രയെക്കുറിച്ച് തന്നെ ചോദിക്കാം. അതെ, എങ്ങനെയുണ്ടായിരുന്നു യാത്ര, വത്തിക്കാനിലേക്കുള്ള യാത്ര? വളരെ നല്ല യാത്രയായിരുന്നു. ആ യാത്രയിൽ നമ്മൾ എന്തൊക്കെ ഉദ്ദേശിച്ചോ ആ കാര്യങ്ങളെല്ലാം നടത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ദൈവം അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. അതാണ് അതിൻ്റെ ഒരു ജയം. അവിടെ ചെന്നിറങ്ങിയപ്പോൾ, വത്തിക്കാൻ സിറ്റിയിൽ ചെന്നിറങ്ങിയപ്പോൾ ആ സിറ്റി കണ്ടപ്പോഴുള്ള അനുഭവം ഒന്ന് പറയാമോ? ഞങ്ങൾ ഇവിടുന്ന് 28-ാം തീയതി വൈകിട്ടുള്ള ഫ്ലൈറ്റിലാണ് പോയത്. 29-ാം തീയതി പ്രഭാതത്തിൽ വത്തിക്കാൻ സിറ്റിയിലുള്ള എയർപോർട്ടിൽ ചെന്നിറങ്ങി. അവിടെ ഞങ്ങളെ സ്വീകരിക്കുവാൻ വത്തിക്കാനിലെ പുരോഹിതന്മാരും ഈ സർവമത സമ്മേളനം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ വീരേശ്വരാനന്ദ സ്വാമി അടക്കമുള്ള സന്യാസിമാരും എയർപോർട്ടിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, വത്തിക്കാനിൽ ഈ റോമിൽ വത്തിക്കാൻ സിറ്റിയിൽ ധാരാളം മലയാളികളുണ്ട്. മലയാളികളുടെ സംഘടനകളുണ്ട്. ആ മലയാളി സംഘടനകളുടെ ഭാരവാഹികൾ അത് നാനാജാതി മതസ്ഥരാണ്. ഒരു വളരെ ആവേശപൂർവ്വം സന്തോഷപൂർവ്വം ഞങ്ങളെ സ്വാഗതം ചെയ്തു. ഈ നമുക്കെല്ലാം ഈ വത്തിക്കാൻ സിറ്റിയെ കുറിച്ചൊരു വലിയൊരു കൺസെപ്റ്റ് ഉണ്ട്. അതെ. പക്ഷേ 10,900 മുറികളുള്ള ഒരു വലിയൊരു ബിൽഡിങ്ങാണ് പോപ്പിൻ്റെ ഈ ബിൽഡിംഗ് എന്നും ഒക്കെ നമ്മളിങ്ങനെ പലതിലും വായിച്ചിട്ടുണ്ട് ഉള്ള അറിവേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ആ വത്തിക്കാൻ സിറ്റിയിൽ ചെന്ന് 114 ഏക്കറുണ്ട്. അപ്പോൾ അത്രയും ചെന്നിറങ്ങിയപ്പോൾ ഒരു സന്തോഷം അതുണ്ടായി. അവിടെ നമ്മൾ സംഘടിപ്പിച്ച ഈ സമ്മേളനം ഇപ്പോൾ ഈ ഇപ്പോൾ 924 ഗുരു ആലുവയിൽ സർവമത സമ്മേളനം സംഘടിപ്പിച്ചു. അതിൻ്റെ 100-ാം വാർഷികത്തിനോടനുബന്ധിച്ച് ഇവിടെ വത്തിക്കാൻ സിറ്റിയിലൊരു സമ്മേളനം സംഘടിപ്പിക്കണം എന്ന് തീരുമാനിക്കാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഈ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ഭാരതത്തിനകത്തും പുറത്ത് വെച്ച് ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. ഈ കാര്യങ്ങൾ ഞങ്ങൾ സന്യാസിമാർ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ സജീവമായിട്ട് വീരേശ്വരാനന്ദ സ്വാമി മുന്നോട്ട് വന്നു. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നമുക്ക് പല സ്ഥലങ്ങളിൽ വെച്ച് സംഘടിപ്പിക്കാം, ഞാൻ അതിനുവേണ്ടി പരമാവധി ശ്രമിക്കാം എന്നെന്നോട് പറഞ്ഞു. ഒരു ദിവസം വന്ന് പറഞ്ഞു, ഞാൻ ചാണ്ടി ഉമ്മനുമായിട്ട് സംസാരിച്ചു, മറ്റ് ചില വൈദികന്മാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. സ്വാമി കർദിനാളിന് ഒരു കത്ത് തരണം, ശിവരി മഠത്തിൻ്റെ ധർമ്മസംഘം പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു കത്ത് തരണം. ഞാൻ ആ കത്ത് എഴുതി കൊടുത്തു. അദ്ദേഹം ആ കത്തുമായിട്ട് നമ്മുടെ ചാണ്ടി ഉമ്മനെയും കൂട്ടി ബഹ്റിനിലുള്ള ബാബുരാജ് സാറിനെ കൂട്ടി, ബാബുരാജ് സാറിൻ്റെ ചെലവിലാണ് ഇവർ പോകുന്നത്. കാരണം പൈസ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ശിവഗിരി മഠത്തിൽ നിന്ന് പൈസയൊന്നും വാങ്ങിയില്ല. അതിനാവശ്യമായ ചിലവെല്ലാം ബാബുരാജ് സാർ വഹിച്ചു. വലിയൊരു മനസ്സാണ്. അതെ. കാരണം ഇത്രയും 6 സന്യാസിമാരെ അവിടെ കൊണ്ടുപോവുക, അതെ, അവരുടെ ചെലവുകളെല്ലാം വഹിക്കുക. അപ്പോൾ വലിയൊരു മനസ്സാണ്. അവിടെ ചെന്നതിന് ശേഷം ഈ പോപ്പിനെ കാണാനുള്ള സൗകര്യം ഉണ്ടായത് ചങ്ങനാശ്ശേരിക്കാരനായ ഒരു റവറൻറ്റ് കൂവക്കാട്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും വീരേശ്വരാനന്ദ സ്വാമിയും ഈ ചാണ്ടി ഉമ്മനുമായിട്ടൊക്കെ നേരത്തെ പരിചയമുണ്ട്. ഇവരെല്ലാം ഒരു ദേശക്കാരാണ്, പരിചയമുണ്ട്. ആ പരിചയം വെച്ച് തങ്ങളുടെ ആവശ്യം അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം വാസ്തവത്തിൽ ഉദാരമതിയായ നല്ലൊരു മനുഷ്യനാണ് ആ അച്ഛൻ. അദ്ദേഹം നേരെ പോപ്പിനോട് കണ്ട് സംസാരിച്ച് അനുവാദം വാങ്ങി ഇവർക്ക് പോപ്പിനെ ദർശിക്കാനുള്ള അവസരം ഉണ്ടായിക്കൊടുത്തു. അങ്ങനെ പോപ്പ് ഇവരെ കാര്യമായിട്ട് സ്വീകരിക്കുകയും ഇവർ കൊണ്ടുപോയ പുസ്തകങ്ങളൊക്കെ സമർപ്പിക്കുകയൊക്കെ ചെയ്തു. സർവമത സമ്മേളനം എന്നുള്ള ആശയം
അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു. ആലുവ സമ്മേളനത്തിൻ്റെ പ്രത്യേകതകളൊക്കെ എടുത്തു പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ആലോചിച്ച് ഉത്തരം പറയാം. അതിനുശേഷം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അറിയിപ്പ് വന്നു, നവംബർ മാസം 30-ാം തീയതി സർവ്വ സമ്മേളനം നടത്താം. അത് വലിയൊരു ആ ഒരു ഡേറ്റിനെ നമ്മൾ ഡിസംബർ 30-ന് തീർത്ഥാടനം, നവംബർ 30-ന് സർവ്വമത സമ്മേളനം. അതെ, ഇതിൻ്റെ ഒരു പ്രത്യേകത, അത് കോയിൻസിഡൻസ് ആണ്. ഇതിൻ്റെ അകത്തൊരു പ്രത്യേകതയുള്ളത്, മറ്റുള്ള പോപ്പുമാരെ അപേക്ഷിച്ച് ഇദ്ദേഹം വളരെ വലിയൊരു സ്വതന്ത്ര ചിന്തകനും വിശാലമായ ആശയമുള്ള ആളും എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവം വെച്ച് പുലർത്തുന്ന ആളാണ്. അത് ശരി. അതെ, അപ്പം ശരിക്കും ഗുരുവിൻ്റെ സർവമത സാരവും ഏകം എന്ന തത്വം ഈ പോപ്പ് താത്വികമായിട്ട് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. അത് ശരി. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചു കഴിയുമ്പോൾ മറ്റുള്ള പോപ്പുമാരെ കൊണ്ട് അടക്കിയ സ്ഥലത്ത് വേണ്ട, അത് ശരി, എന്നെ ലളിതമായി കൊണ്ട് അടക്കിയാൽ മതി, സംസ്കരിച്ചാൽ മതി എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞത് പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ ലോകത്തിനൊരു മാതൃകയാണ്, മാതൃകാ പുരുഷനാണ്. അതെ, ഒരു സംശയമില്ല. ഈ സമ്മേളനത്തിൽ എത്ര രാജ്യങ്ങൾ എന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു? ഇന്ത്യക്ക് വെളിയിൽ ഒരു 10-20 രാജ്യങ്ങളുടെ പ്രതിനിധിയാണ്. ആ കൂട്ടത്തിൽ ഗുരുദേവ ഭക്തരുമുണ്ട്, ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും പെട്ട ആളുകളുണ്ട്, സിഖ് മതത്തിലും അതേപോലെ ബുദ്ധമതത്തിലും പെട്ട ആളുകളുണ്ട്. ഒരു വലിയൊരു അനുഭവമായിരുന്നു വാസ്തവത്തിൽ അവരെല്ലാം ഒത്തുകൂടിയത്. വേദി പങ്കിടാൻ എത്ര പേരുണ്ടായിരുന്നു നമ്മുടെ ഒപ്പം? ഞങ്ങൾ ഈ ഇവിടുത്തെ പ്രതിനിധികളായിട്ട് 160 പേരായിരുന്നു. ഏതാണ്ട് 10 സന്യാസിമാരും ബാക്കിയുള്ളവരെ വെളിയിലുള്ള ഭക്തന്മാരുമായിരുന്നു. അതെ, അവരെല്ലാം വിവിധ ദേശങ്ങളിലുള്ളവരാണ്. എല്ലാവരും ഒന്നിച്ച് വത്തിക്കാനിലെത്തി. 29-ാം തീയതി എത്തി. 29-ാം തീയതി വൈകിട്ട് ലീ മെറിഡിയൻ ഹോട്ടലിൽ വെച്ചായിരുന്നു യോഗം. ആ യോഗത്തിൽ വെച്ചുണ്ടായ ഓരോ ആശയം ഇപ്പം ഞാൻ പറഞ്ഞു, ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിലെ സമ്മേളനം കഴിഞ്ഞ് എല്ലാവരും എല്ലാ മതങ്ങളും സമബുദ്ധിയോടും സമഭക്തിയോടും കൂടി പഠിക്കുന്നതിന് ഒരു സർവ്വമത പാഠശാല ശിവേദി കല്ലിടുകയും അത് ആരംഭിക്കുകയും ചെയ്തു. ഞങ്ങളൊക്കെ അതിൽ പഠിച്ചു വന്ന സന്യാസിമാരാണ്. ഈ സമ്മേളനത്തിൻ്റെ അടിസ്ഥാനവും ആ തത്വമാണ്. അപ്പോൾ അത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടായാൽ, നമ്മുടെ 100-ാം സമ്മേളനത്തിൽ വെച്ച് ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി ഉണ്ടായാൽ നന്നായിരിക്കും എന്ന് അഭിപ്രായപ്പെട്ടു. അപ്പോഴാണ് സർവമത പ്രാർത്ഥനാലയം എന്നുള്ള ആശയം മുന്നോട്ട് വന്നത്. അതെ, നേരത്തെയും ആ ആശയം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ വീരേശ്വരാനന്ദ സ്വാമിയുടെ തന്നെ ഒരു സുഹൃത്തായ ഒരു മുസ്ലിം, അദ്ദേഹത്തിൻ്റെ പേര് നിംസിലെ ഫൈസൽ ഖാൻ, അദ്ദേഹം ഓരോ പ്രാർത്ഥനാലയം ശിവഗിരി നിർമ്മിക്കാം. ഒരു പ്രാർത്ഥനാലയത്തിൽ തന്നെ ഹിന്ദു മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും ആയിട്ടുള്ള ആരാധനാ സ്ഥലങ്ങളും ഗുരുവിനെ സംബന്ധിച്ചുള്ള പ്രത്യേകമായ പീഠവും ഒരുക്കിയുള്ളൊരു മന്ദിരമാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്നത്. അത് ഞങ്ങളുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് മനസ്സിലുണ്ട്. അതിലേക്കൊരു സംശയമുണ്ട് സഞ്ജയ്. നമ്മളിപ്പോൾ ഈ ഓരോ മതത്തിനും വെവ്വേറെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു വേദി അതിനകത്തുണ്ടാവും. പക്ഷെ അതൊരു വിഭാഗീയത വരില്ലേ? അങ്ങനെയല്ലല്ലോ. ഗുരുദേവൻ്റെ ഉപദേശം സൂക്ഷ്മാന്വേഷണയെ സഹായിക്കുന്ന മാർഗദർശികളാണ് മതങ്ങൾ. സൂക്ഷ്മം അറിഞ്ഞവന് മതം പ്രമാണമല്ല, മതത്തിന് അവൻ പ്രമാണമാണ്. ഇപ്പോൾ സൂക്ഷ്മം അറിയുന്നത് വരെ മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ ആവശ്യമാണ്. ഹിന്ദു മതത്തിലും ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും അതിൻ്റേതായിട്ടുള്ള ആചാര പദ്ധതികളുണ്ട്. ആ ആചാര പദ്ധതികളെ മുന്നോട്ട് പോകുമ്പോഴാണ് സൂക്ഷ്മം അറിയുവാൻ സാധിക്കുന്നത്. അങ്ങനെ സൂക്ഷ്മം അറിയുന്നതിന് വേണ്ടി ജപവും ധ്യാനവും ഉപാസനയൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഈ പ്രാർത്ഥന അതിനുള്ളൊരു മാർഗമാണ്. ലക്ഷ്യം ഏകം. അങ്ങനെയാണ്. അതെ, അത് പറയുന്നുണ്ടല്ലോ, മതത്തിന് 2 ഭാഗമുണ്ട്. ഒന്ന് ഭൗതികവും, 2 ആധ്യാത്മികവും. മാർപ്പാപ്പയുടെ ഈ സ്പീച്ച് കേട്ടപ്പോൾ സ്വാമിജിക്ക് എന്താ തോന്നിയത്?
ഞങ്ങൾക്കുണ്ടായത് വളരെ അനിർവാച്യമായ ഒരു അനുഭൂതിയാണ് എന്ന് പറയാം. കാരണം ഞങ്ങൾ ഓരോ 180 ആളുകളെങ്കിലും ആ ഹാളിലുണ്ട്. സ്വാമിജി അടുത്ത് നിന്നില്ലായിരുന്ന? കേൾക്കോ, ഞങ്ങളൊരു 180 പേരെങ്കിലും ആ ഹാളിലുണ്ട്. അപ്പം ഞങ്ങൾക്ക് നിർദ്ദേശം തന്നു, പോപ്പ് വരുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്. കൈയടിക്കാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് ചുംബിക്കാൻ പാടില്ല, മോതിരത്തിൽ മുത്താൻ പാടില്ല, എങ്ങനെയൊക്കെ ചില നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകിയിരുന്നു. ഈ പറഞ്ഞ സമയത്ത് അതായത് 30-ാം തീയതി രാവിലെ 10 മണി ആ സമയത്ത് അദ്ദേഹം എത്തുമെന്നാണ് അറിയിപ്പുള്ളത്. ഏതാണ്ടൊരു 10 കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഊന്നുവടിയുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങളിരിക്കുന്ന ഭാഗത്തേക്ക് വന്നത്. ഞങ്ങളിരിക്കുന്നതിന് നേരെ മുൻപ് ഉള്ള ഒരു കതക് തുറന്ന് അതിലൂടെ അദ്ദേഹം ഊന്നുവടിയുടെ സഹായത്താൽ വന്നു. അതിങ്ങനെ കുത്തി നടന്ന് കയറുന്ന കണ്ടപ്പോൾ എനിക്ക് പ്രകാശാൻ സ്വാമിയാണ് ഓർമ്മ വന്നത്. അത് ശരി. അതെ അതെ, നമ്മുടെ പ്രകാശാൻ സ്വാമിയും അതുപോലെയായിരുന്നു സ്റ്റേജിൽ വന്ന് കയറിയിരുന്നു. അദ്ദേഹം സ്റ്റേജിൽ കയറി കസേരയിലിരുന്നു, എല്ലാവരെയും വിഷ് ചെയ്തു. അപ്പം ഞങ്ങൾ എഴുന്നേറ്റ് അദ്ദേഹത്തെ നേരത്തെ തന്നെ വിഷ് ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തെ മൈക്കെടുത്തു, അദ്ദേഹം പ്രഭാഷണം ആരംഭിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അച്ചടിച്ചത് അവിടെ വിതരണം ചെയ്തിരുന്നു. ഈ സമ്മേളനത്തിൻ്റെ വിജയമായി ഞാൻ ഏറ്റവും വലിയ മഹത്വമായി കാണുന്നത് അദ്ദേഹം പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തതാണ്. അതുകൊണ്ട് റെക്കോർഡായി ചരിത്രത്തിൽ എന്നും അത് രേഖയായി നിൽക്കും. അപ്പോൾ ആ പ്രസംഗം ഓരോ 4 പേജ് വരുന്നൊരു പ്രസംഗമാണ്, ചെറുതല്ല. അത് അദ്ദേഹം വായിച്ചു. അതിൽ അദ്ദേഹം ഊന്നി പറയുന്നത് ലോകമൊരു കുടുംബമാണ് എന്നാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വം. ഈ തത്വം ലോകത്തിന് ഇന്ന് ആവശ്യമാണ്. അതുകൊണ്ട് ജാതി മത ദേശ ചിന്തകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് മനുഷ്യൻ ദൈവമക്കളായ ആത്മഭാവത്തിൽ കഴിയണം. ഈ സ്വാതന്ത്ര്യ സമ്മേളനം കൊണ്ട് എൻ്റെ ശതാബ്ദി ആഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. അതിലിപ്പോൾ വേറെ ഇറ്റാലിയൻ ഭാഷയിലാണ് വായിച്ചത്, പക്ഷേ പ്രിന്റ് ചെയ്ത് തന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. അതെ, അത് ശരി. ആ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ട്. നമുക്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇല്ല, വത്തിക്കാനിൽ തന്നെ അതിനുള്ള സൗകര്യമുണ്ട്. ഞാൻ എൻ്റെ കോപ്പി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് മുഴുവനും ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഫോട്ടോ ഉണ്ട്, എല്ലാം ഉണ്ട്, ഞങ്ങളത് അവസാനം തന്നുകൊള്ളാം എന്ന് പറഞ്ഞു എന്ന് അവിടുത്തെ അച്ഛന്മാരെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമുക്ക് കിട്ടുമെങ്കിൽ നമുക്ക് നമ്മുടെ തീർത്ഥാടനത്തിന് വത്തിക്കാനിലെ പോപ്പിൻ്റെ ആ ഒരു ശബ്ദം നമ്മുടെ തീർത്ഥാടകർക്ക് കേൾക്കാനുള്ളൊരു തീർത്ഥാടന സമ്മേളനത്തിന് ഞാനിപ്പോൾ ഇതിൻ്റെ സംഘാടകരായിരുന്ന നമ്മുടെ ചാണ്ടി ഉമ്മന്, അതേപോലെ ബാബുരാജ്, ഈ സ്വാമി വീരേശ്വരൻ സ്വാമി, ഇവരോടൊക്കെ ഇപ്പോഴും പറഞ്ഞു ചെറിയൊരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കണം, എന്നിട്ട് തീർത്ഥാടനത്തിന് നമുക്കത് പ്രകാശനം ചെയ്യാം. എല്ലാ ദിവസവും ഇവിടെ ഡിസംബർ 15 തൊട്ട് ജനുവരി 1 വരെയാണ് നമ്മുടെ പരിപാടി. എല്ലാ ദിവസവും ഇത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കാം, വരുന്ന ആളുകൾക്കൊക്കെ ആവേശം. അപ്പം അങ്ങനെ ഡോക്യുമെൻ്ററി നിർമ്മിക്കണമെന്ന് ഞാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഇതിനകം വെച്ച് കിട്ടുമോ? ഞാനത് ഉറപ്പ് പറയുന്നില്ല, കാരണം അവിടുന്ന് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും. അതെ, അതിൻ്റെ കാലതാമസമേ ഉണ്ടാവുള്ളൂ. ഈ മൊത്തം എത്ര സമ്മേളനങ്ങളോടെ നടന്നു? നമുക്ക് ഈ 29-ാം തീയതി ലീമെർഡിയനിലെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം 30-ാം തീയതി ഞങ്ങളെല്ലാവരും പോപ്പിൻ്റെ വസതിയിലേക്ക് നീങ്ങി. അവിടെ വെച്ച് രാവിലെ തൊട്ട് ഉച്ചവരെ പോപ്പിൻ്റെ ഈ പ്രസംഗവും അദ്ദേഹത്തിൻ്റെ ദർശനവുമായി. അദ്ദേഹം പ്രസംഗം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞങ്ങളെ കാണാൻ അനുവദിച്ചു. ഓരോരുത്തരായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ പോയ ആളുകൾക്ക് അദ്ദേഹം എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് ചെയ്തു. ശരി, എല്ലാവർക്കും ഉപഹാരങ്ങൾ സമർപ്പിച്ചു. അപ്പോൾ ധർമ്മസംഘത്തിൽ നിന്ന് ജനറൽ സെക്രട്ടറി ശുഭാംകാൻ സ്വാമി അദ്ദേഹത്തെ ഷാൾ അണിയിച്ചു, ഗുരുദേവൻ്റെ പടമുള്ള ഷാൾ അണിയിച്ചു. ഞാൻ മൊമെൻറ്റോ, ആ സമയത്ത് വീരേശ്വരൻ സ്വാമിയാണ് എൻ്റെ ഈ മൊമെൻറ്റോ തരുന്നത്, ആ മൊമെൻറ്റോ അദ്ദേഹത്തിന് കൊടുത്തു. ഇത് കൂടാതെ ശിവഗിരിയിൽ നിന്നും പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇംഗ്ലീഷിലുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിച്ചു. ഞാൻ ഈ സമ്മത സമ്മേളനം സംബന്ധിച്ച് തയ്യാറാക്കിയ പുസ്തകം ഡോക്ടർ സബ്രീന
ഇറ്റാലിയൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു. ആ കോപ്പിയും ശ്രീനാരായണ ഗുരു ദ ഫിലോസഫർ ഓഫ് വേൾഡ് പീസ് എന്നുള്ളൊരു ഗ്രന്ഥം, ഈ 2 പുസ്തകവും അദ്ദേഹത്തിന് കോപ്പി കൊടുത്തു. പുസ്തകം നോക്കാൻ അദ്ദേഹത്തിന് ആ സമയത്ത് സാധിക്കില്ല, കാരണം നമ്മളെല്ലാം കൂട്ടമായി ക്യൂവിൽ നിന്ന് കൊടുക്കുകയാണ്. പിന്നെ ഓരോ വ്യക്തികളും ഉപഹാരങ്ങൾ കയ്യിൽ കരുതിയിരുന്നു. അതല്ല അദ്ദേഹത്തിന് സമർപ്പിച്ചു, അല്ല അദ്ദേഹം സ്വീകരിച്ചു. ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു ശിവഗിരിയിലേക്ക്. അപ്പോൾ അദ്ദേഹം അടുത്ത വർഷം വരാമെന്ന് പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോഴും അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കാമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു സന്ദർശനം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വലിയൊരു ഭാഗ്യമാണ്. അതിന് ഈ യാത്ര ഉപകരിക്കുമെങ്കിൽ അതിലും വലിയൊരു നേട്ടം ഇല്ല. കാരണം ഈ വിശ്വ മാനവികത എന്നുള്ളത് ഉയർത്തിക്കാട്ടാൻ പോപ്പിൻ്റെ സന്ദർശനം നമുക്ക് വലിയ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ഈ സമ്മേളനം കേരളവും ഭാരതവും ലോകവും ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ഇത് മിക്കവാറുമുള്ള ഭാഷകളിൽ, അതാത് രാജ്യങ്ങളിലെ ഭാഷകളിലെല്ലാം അവിടെ അത് അച്ചടിച്ചു. ഗുരുവിനെ ലോക ആഗോള തലത്തിൽ ശ്രദ്ധിക്കുവാൻ ഇത് സഹായമായി. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇനിയും നമ്മുടെ ഈ സർവ്വമത സമ്മേളനത്തിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ച് വേറെ സമ്മേളനങ്ങൾ ഇപ്പം മാർച്ചിൽ ലണ്ടനിലൊരെണ്ണം സംഘടിപ്പിക്കുന്ന കണ്ടു. അതുപോലെ ഈ റഷ്യ ഇനി നടത്താൻ വേണ്ടി ആൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ഒന്ന് അയർലൻഡിലെ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് സംഘടിപ്പിക്കാമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോയത്. അതേപോലെ ഇന്തോനേഷ്യൻ്റെ പ്രതിനിധിയായൊരു സണ്ണി നമ്മുടെ പ്രവാസി സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രവാസി സന്ദേശം നൽകിയിരുന്നു. ഈ സണ്ണി അദ്ദേഹം ഒരു ക്രിസ്തീയ സഹോദരനാണ്. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ ഇന്തോനേഷ്യയിലൊരു സമ്മേളനം സംഘടിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും എന്ന് പറയുകയാണ്. ലണ്ടനിൽ അവിടെ ശിവഗിരി ആശ്രമം ഓഫ് UK എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ശിവഗിരി മഠവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന. അവരവിടെ ഒരു ആശ്രമം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ മെയ് മാസം 2-3 തീയതികളിൽ നടത്താൻ വേണ്ടി പ്രഖ്യാപനം ചെയ്ത് കഴിഞ്ഞു. പലവർ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയിൽ നമുക്കൊരു ആശ്രമമില്ലേ? അമേരിക്കയിലും ആശ്രമമുണ്ട്. അമേരിക്കയിൽ വെച്ച് നടത്താൻ സാധിക്കുമെന്ന് അതിനെക്കുറിച്ച് ചർച്ചയൊന്നും വന്നിട്ടില്ല. ഈ യുക്രൈൻ, ഈ റഷ്യ പ്രശ്നം നടക്കുന്ന റഷ്യ യുക്രൈൻ സംഘടന, അതുപോലെ ഗാസ, അതുപോലെ പാലസ്തീൻ, അതിപ്പോൾ വർഷങ്ങളായിട്ടുള്ളതാണ്. ഇപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ ഇത്രയും രാജ്യങ്ങൾ കൂടി നമുക്കൊന്ന് അത് നടത്താൻ സാധിച്ചാൽ ഒരു വലിയ ചരിത്ര സംഭവമായിരിക്കും. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അവിടെ അതിന് പറ്റിയ ആളുകളെ കിട്ടണം. അവിടെ നിന്ന് സംഘടിപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല, അവർക്കേ പറ്റുള്ളൂ. അപ്പോൾ ശിവഗിരിയോടും ഗുരുവിനോടും വളരെ താല്പര്യമുള്ള വ്യക്തികൾ മുന്നോട്ട് വരണം. അത് നമ്മൾ ശ്രമിക്കും തീർച്ചയായിട്ടും. അതൊരു ശ്രമം നടത്തിയാൽ. അപ്പോൾ വടക്കേന്ത്യയിലും, അതായത് ഇപ്പം ലോകത്ത് ആദ്യമായിട്ടൊരു മതസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വിവേകാനന്ദ സ്വാമിയാണ് ഇന്ത്യയിൽ. അത് ഹിന്ദു മതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഇവിടെ ഗുരുദേവൻ ഏഷ്യയില് ലോകത്തെ 2ാമത്തെ മതസമ്മേളനം എന്ന് പറയാൻ പറ്റില്ല. ഇല്ല, ഈ നമ്മുടെ സമ്മേളനം വ്യത്യാസം പറയാം. നമ്മുടെ സമ്മേളനം, ഗുരു നടത്തിയ സമ്മേളനം ലോകത്തിലെ ആദ്യത്തെ സമ്മേളനമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ അമേരിക്കയിൽ നടന്ന സമ്മേളനം ഒരാശയത്തിൻ്റെ പേരിൽ നടത്തിയ സമ്മേളനമല്ല. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ 400ാം വാർഷികം അമേരിക്കൻ ഗവൺമെൻറ് ആഘോഷിക്കുന്നു. ആ ആഘോഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരൊരു മതസമ്മേളനം കൂടി വെച്ചു. അല്ല, എന്നിട്ട് അതിൽ പ്രഗത്ഭരായിട്ടുള്ള പ്രാസംഗികരെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ക്ഷണിച്ചു. പത്രത്തിൽ അവർ പരസ്യം നൽകി. ആ പരസ്യം വായിച്ച മൈസൂർ രാജാവാണ് അവിടെ സന്ദർശനത്തിനെത്തിയ, അന്ന് വിവേകാനന്ദൻ എന്നുള്ള പേരില്ല, അദ്ദേഹത്തിൻ്റെ പേര് സച്ചിദാനന്ദനെന്നും വിവിധിഷാനന്ദെന്നുമാണ്. അദ്ദേഹത്തിനോട് പറയുന്നു, സ്വാമി നിങ്ങളൊരു മഹാപണ്ഡിതനാണ്, ചിക്കാഗോയിൽ ഇങ്ങനൊരു സമ്മേളനം നടക്കുന്നുണ്ട്, ആ സമ്മേളനത്തിൽ പോയി പങ്കെടുക്കണം. അങ്ങനെയാണ് വിവേകാനന്ദ സ്വാമി അതിൽ പോയി പങ്കെടുക്കുന്നത്.
ഭാരതത്തിൽ നിന്നും തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രതിനിധികൾ വേറെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ പല മതങ്ങളുടെയും പ്രതിനിധികൾ അതിൻ്റെ അകത്ത് പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രസംഗങ്ങളിൽ ഒന്നിലും മതത്തിൻ്റെ ഏകതയോ മതത്തിൻ്റെ സമന്വയമോ മതമേതായാലും മനുഷ്യൻ നന്നായാലും മതിയെന്നുള്ളൊരു ആശയമോ ഒന്നിലും വരുന്നില്ല. ഗുരു നടത്തിയത് പരമതസാരവും ഏകം എന്നുള്ള ഒരു തത്വദർശനത്തിൻ്റെ വെളിച്ചത്തിലാണ്. ആ സമ്മേളനം ഏത് രൂപത്തിൽ നടത്തണം? അത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വേണ്ടി നടത്തണം. അതാണ് അതിൻ്റെ കാര്യം. അതെ. അപ്പോൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ഗുരുദേവൻ പറയുക മാത്രമല്ല, അത് പ്രായോഗികമാക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് മതം ഏതായാലും മനുഷ്യൻ നന്നാകണം, മതമല്ല വലുത്, മനുഷ്യനാണ് വലുത്, ഈ ബോധ്യം ജനങ്ങൾക്കുണ്ടാകണം. അതിനുവേണ്ടി നിശ്ചിതമായ ഒരാശയ പദ്ധതിയോടുകൂടി ഗുരുദേവൻ ഈ സർവ്വ സമ്മേളനം സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. അത് ലോകത്തിലെ ആദ്യത്തെ സമ്മേളനമാണെന്ന് ഇതിനെക്കുറിച്ച് വേർതിരിച്ചറിയുന്ന ആരും പറയും. അതാണ് ആദ്യത്തെ സർവ്വമത സമ്മേളനം. പഠിക്കുന്നവർക്കത് മനസ്സിലാവും എന്താണെന്നുള്ള. ആദ്യത്തെ ലോകത്തെ മതസമ്മേളനം തീർച്ചയായിട്ടും ആരോഗ്യച്ച് ഗുരുദേവൻ സംഘടിപ്പിച്ച മതസമ്മേളനം. അല്ല, അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇനി ഈ 21-ാം നൂറ്റാണ്ടിൽ ഇപ്പോൾ ലോകത്തിന് കൊടുക്കാനുള്ള സന്ദേശം ഗുരുവിൻ്റെ സന്ദേശമാണ്. തീർച്ചയായിട്ടും. ബാക്കി എല്ലാ ആചാര്യന്മാരുടേതും കാലഹരണപ്പെട്ടു. അത് പോപ്പ് തന്നെ അംഗീകരിച്ച് പ്രഖ്യാപിച്ചല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഗുരുവിൻ്റെ സന്ദേശമാണ് ഇനി ലോകത്തിന് കൊടുക്കേണ്ടുന്ന ഏറ്റവും വലിയ സന്ദേശം. എനിക്ക് ഇതിനകത്ത് വളരെ ആശ്ചര്യം തോന്നിയത്, പോപ്പിനെ പോലെയുള്ള മാർപ്പാപ്പയെ പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അധ്യാത്മ പുരുഷൻ ഈ കേരളക്കരയിൽ ജനിച്ച് ജീവിച്ച ശ്രീനാരായണ ഗുരു എന്ന വിശ്വഗുരുവിൻ്റെ തത്വദർശനത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു. ലോകം ഒരു കുടുംബമാണെന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വം അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നു. അത് അച്ചടിച്ച് പ്രിൻ്റ് ചെയ്തിരിക്കുന്നു. വലിയ കാര്യമാണ്, വലിയ സംഭവമാണ്. അത് ശിവഗിരിക്കുള്ള ഒരു കാലത്തും മതത്തിന്റെ പേരിൽ സംഘടന ഉണ്ടാവും. അതെ അതെ. അപ്പൊ അതിന് ഗുരുദേവൻ കൊടുത്ത ഇത് ഈ മതസംഘടനകളിൽ നിന്നും ജനത്തെ ശരിക്കും മോചിപ്പിക്കാൻ വേണ്ടി ഗുരുവിന്റെ തന്നെ നല്ലൊരു ആശയം എന്തായിരിക്കും? ഗുരുവിൻ്റെ ആശയം അവിടെ നരളി ചെയ്തു. ബുദ്ധൻ്റെ അഹിംസയും ക്രിസ്തുവിൻ്റെ സ്നേഹവും നബിയുടെ സാഹോദര്യവും ശ്രീ ശങ്കരാചാര്യൻ്റെ ജ്ഞാനവും ഭാരതീയ ഗുരുക്കന്മാരുടെ ആത്മീയതയും സമന്വയിച്ച ഒരു സമന്വയ ദർശനം ലോകത്തിന് ആവശ്യമാണ്. ഗുരുവിൻ്റെ തത്വദർശനത്തിൻ്റെ സാരം അതാണ്. ആളുകൾക്ക് ഈ ഹിന്ദുമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും വേണ്ടാന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല. ഗുരുവിന്റെ ഒരു വലിയ ഏറ്റവും പ്രധാനപ്പെട്ട സാരാംശം ആത്മോപദേശത്തിനുണ്ടല്ലോ. ആത്മസുഖത്തിനായി പ്രയത്നം ചെയ്തിരുന്നു. ജഗതിൽ ഇമ്മതമേകമം ചിന്തിച്ച് അകമണയാതെ അകതാര അമർത്തിടണം. അത് ഏറ്റവും നല്ല. തീർച്ചയായിട്ടും ഗുരു ശ്രീനാരായണ സ്മൃതിയിൽ പറഞ്ഞു, മഹമ്മദാഹ ക്രൈസ്തവാഹ ബൗദ്ധാഹ ജൈനാഹ തഥാ അപരെ ഏകതാ പാതനായൈവ പ്രയതന്തേ നിരന്തരം. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുഹമ്മദീയരും അതുപോലെ മറ്റു മതക്കാരും നിരീശ്വരവാദികളടക്കം എല്ലാവരും ആഗ്രഹിക്കുന്നത് ആത്മസുഖമാണ്. അതുകൊണ്ട് മതം ഏകമാണ്. അവിടെ വന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ മറ്റ് മതങ്ങളുടെ പ്രതിനിധികൾ ഹിന്ദു മതത്തിൻ്റെ സിദ്ധാന്തമായിട്ട് ബാബുരാജാണ് സംസാരിച്ചത്. കെ ജി ബാബുരാജ് സംസാരിച്ചു. ക്രിസ്തു മതത്തിൻ്റെ ഇതായിട്ട് സംസാരിച്ചത് വത്തിക്കാനിലെ കർദിനാളാണ്. പിന്നെ ബുദ്ധമതത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ടിബറ്റിലെ ഒരു ലാമ ആണ് എത്തിച്ചേർന്നത്. അതെ. പിന്നെ ഹിന്ദു മതത്തെക്കുറിച്ച് സ്വാമി യോഗാനന്ദ പരമഹംസൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരു സന്യാസിനി സുധാമൃത സരസ്വതി എന്നുള്ള സന്യാസിനിയാണ് സംസാരിച്ചത്. സിഖ് മതത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ത്യയിൽ നിന്നും ഒരു സിംഗ്
അദ്ദേഹം കൃപാണം ധരിച്ചാണ് വന്നത്. അത് ശരി. ആ വാളുമായിട്ടാണ് അദ്ദേഹം സ്റ്റേജിൽ കയറി നിന്നത്. അത് അനുവദിച്ചോ അവിടെ? അനുവദിച്ചു. എയർപോർട്ടിലൊക്കെ അനുവദിച്ചു. അത് ശരി. ആ വാളോട് കൂടിയാണ് അദ്ദേഹം വന്നതെന്ന്. അതൊക്കെ രോമാഞ്ചം ചാർത്തിയ അല്ല ഇവിടെ അത് ഇതുകൊണ്ട് പോകാൻ എയർപോർട്ടുകാർ അനുവദിക്കില്ല. അതെ, അദ്ദേഹത്തിന്റെ ആ തലപ്പാവും സിഖുകാരുടെ വേഷവും താടിയും മുടിയും കൃപാണവും ധരിച്ച് വേദിയിൽ അദ്ദേഹം നിൽക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര ഒരു ലുക്കായിരുന്നു. മാത്രമല്ല അവർ ഭയങ്കര തേജസ്വികളുമാണ്. അതെ സിഖുകാർ ഭയങ്കര തേജസ്വികളാണ്. ഇസ്ലാം മതത്തെ കുറിച്ച് സംസാരിച്ചത് നമ്മുടെ കേരളത്തിൽ നിന്നും വന്ന പാണക്കാട് തങ്ങളാണ്. പാണക്കാട് തങ്ങളാണ് കേരളത്തിൽ. തങ്ങൾ ഇവിടെ നിന്നും യാത്ര ചെയ്ത് വത്തിക്കാനിലെത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അല്ലല്ല. അദ്ദേഹത്തെ നമ്മൾ ശിവഗിരിയിലെ മീറ്റിംഗ് ക്ഷണിക്കുമ്പോൾ പോലും പലപ്പോഴും സമയമില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മാറുകയാണ് പതിവ്. പക്ഷെ വത്തിക്കാനിൽ അദ്ദേഹം വന്ന് സംസാരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവമത സമന്വയം, ലോകമത സമ്മേളനം. ഞാനിതിനെക്കുറിച്ച് ധരിക്കുന്നത് ഗുരുദേവൻ്റെ ഈ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ലോകമറിയുന്ന രൂപത്തിൽ സംഘടിപ്പിക്കാൻ കടമപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരളവ് വരെ നമ്മൾ സംഘടിപ്പിക്കാൻ നോക്കി. അതിൻ്റെ അകത്ത് മുൻ രാഷ്ട്രപതി രാംനാഥ് സിംഗ് വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്തു. പിണറായി വിജയൻ അങ്ങനെ ഒത്തിരി സമ്മേളനങ്ങളൊക്കെ നടന്നുവെങ്കിലും ഞാൻ പറയുന്നു അതിൻ്റെ ആ ശതാബ്ദിയുടെ ഗൗരവത്തോടു കൂടിയ സമ്മേളനം ആയില്ല. അപ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരു തന്നെ സങ്കല്പം ചെയ്ത് കാരുണ്യം ചൊരിഞ്ഞാണ് ഈ സമ്മേളനം വത്തിക്കാനിൽ സംഘടിപ്പിച്ചത്. നമ്മളതിൻ്റെ അകത്തെ ഉപകരണം മാത്രം. ഗുരുദേവ അനുഗ്രഹം. അതെ. അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു നോക്കണല്ലേ, ഈ മതങ്ങൾ തമ്മിൽ മതത്തിനുള്ളിൽ തന്നെയല്ലേ സ്പർദ്ധ നടക്കുന്നത്. അതെ, മതത്തിനുള്ളിൽ തന്നെ. ഇപ്പം ക്രിസ്തു മതത്തിൽ തന്നെ ഇപ്പം സുപ്രീം കോടതി ഉത്തരവിട്ടേക്കാണ് 16 ദേവാലയങ്ങൾ യാക്കോബായക്കാരും മാർത്തോമക്കാർക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞേക്കും. അതെ, അവർ തമ്മിലും ബാബ കക്ഷിയും മിത്രാം കക്ഷിയും കേസാണ്. അപ്പോൾ അവിടെ തന്നെ നടക്കുന്നു. പൊരുത് ജയിപ്പത് അസാധ്യം, ഒന്നിനോട് ഒരു മതവും പൊരുതാൻ ഒടുങ്ങിയതില്ല. അതിനെക്കുറിച്ച് സ്വാമി വിശദീകരിക്കണം. പൊരുത് ജയിപ്പത് അസാധ്യം എന്നുള്ളത് ഗുരുദേവൻ്റെ വലിയൊരു സന്ദേശമാണ്, ഒരു ദർശനമാണ്. ഒന്ന് മറ്റൊന്നിനെ പൊരുതി തോൽപ്പിക്കാൻ സാധിക്കില്ല. ഒരു പറഞ്ഞു വേണമെങ്കിൽ ഒരു രാജ്യത്തിന് മറ്റു രാജ്യത്തെ യുദ്ധം ചെയ്ത് വേണമെങ്കിൽ തോൽപ്പിക്കാം. പക്ഷെ ഒരു മതത്തിന് മറ്റൊരു മതത്തെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഓരോ മതത്തിൻ്റെ അനുയായികൾക്കും അവരുടേതായിട്ടുള്ള താത്വിക നിലപാടുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പൊരുത് ജയിപ്പത് അസാധ്യം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ മതത്തിൻ്റെയും അനുയായികൾ തങ്ങൾ വിശ്വസിക്കുന്ന തത്വശാസ്ത്രം പലതിൻ്റെ കൂടിച്ചേരലാണ്. ഗുരു സി വി കുഞ്ഞിരാമനുമായി നടന്ന സംവാദത്തിൽ അത് പറയുന്നുണ്ട്. ബൈബിൾ എന്ന് പറയുന്നത് പഴയ നിയമവും പുതിയ നിയമവും പിന്നെ ശലോമോൻ്റെ ഉപദേശങ്ങളും പിന്നീട് വന്ന പല ആചാര്യന്മാരുടെ ഉപദേശങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തു മതം എന്നുള്ളൊരു പൊതുപ്പേരിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. 1,24,000 പ്രവാചകന്മാരുണ്ട്. ഓരോ പ്രവാചകന്മാരും ഓരോ കാലത്ത് ജീവിച്ച് ഓരോ സന്ദേശങ്ങൾ നൽകി. മുഹമ്മദ് നബിയുടെ കൂടെ നിന്ന അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും എല്ലാങ്ങളുടെ ഉപദേശങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് വാസ്തവത്തിൽ ഇസ്ലാം മതം. അതിപ്പോൾ അതിങ്ങനെ പലരും പറയുന്നുണ്ട്. കാരണം ഇതൊന്നും തന്നെ ഒരു വ്യക്തിയല്ല. ഹിന്ദുമതം എന്ന് പറയുന്നത് നമ്മുടെ ഉപനിഷത്തിലെ ഋഷിമാരുണ്ട്. ആ ഋഷിമാരുടെ സത്യദർശനത്തിൻ്റെ വെളിച്ചത്തിൽ വിവിധ മതങ്ങൾ ഭാരതത്തിലുണ്ടായി. അത് ശൈവം, ശാക്തേയം, ഗാണപത്യം, സൗരം എന്നിങ്ങനെയുള്ള ഷൺമതങ്ങളും പിന്നെ അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ദ്വൈതം, പൂർണ്ണാദ്വൈതം, ശുദ്ധാദ്വൈതം തുടങ്ങിയ ദർശനങ്ങളും പിന്നെ സാഖ്യം, യോഗം, പൂർവ്വമീമാംസ, ഉത്തരമീമാംസ, ന്യായം, വൈശേഷികം തുടങ്ങിയ ഷഡ്ദർശനങ്ങളും അങ്ങനെ അനേക ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളെ സനാതനധർമ്മമെന്നോ ഹിന്ദുമതമെന്നോ പൊതുപ്പേരിട്ട് വിളിക്കുന്നു. ഗുരുവിൻ്റെ ഉപദേശമാണ്. എന്നിട്ട് ഗുരു പറയുക, പല മതങ്ങൾ ചേർന്ന് ഹിന്ദുമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും ഉണ്ടായിരിക്കെ
എന്തുകൊണ്ട് ഈ മതങ്ങളെല്ലാം ചേർന്ന് മാനവ മതമെന്നോ ഒരു മതം, മനുഷ്യമതമെന്നോ ഒരു മതം ഉണ്ടാക്കിക്കൂടാ? ഗുരുവിൻ്റെ സത്യദർശനത്തിൻ്റെ സാരമതാ. ഗുരുവിന്റെ പേരിൽ ഒരു മതം വേണമെന്ന് ഗുരു ശിഷ്യന്മാർ തന്നെ ആലോചിച്ചുറപ്പിച്ചിരുന്നല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് ഇതാണ് ഗുരുവിൻ്റെ മതം. മാനവ മതം. അത് SNDP യോഗത്തിൻ്റെ അവസാനത്തെ യോഗത്തിൽ ഗുരു പങ്കെടുത്ത് പള്ളത്തുരുത്തി വെച്ച് പങ്കെടുത്തിട്ട് ഗുരു പറയുന്നുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നത് ഒരു സനാതന ധർമ്മമാകുന്ന മതമാകുന്നു. മതപരിവർത്തനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഈ സനാതന ധർമ്മത്തിലേക്ക് പരിവർത്തനം ചെയ്തു പോകും. അപ്പം അതിൻ്റെ അന്തസ്സത്തെ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ബുദ്ധമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം തുടങ്ങി എല്ലാ മതങ്ങളുടെയും സാരത്തെ സമാവഹിച്ചുകൊണ്ടുള്ള ഒരു വിശ്വമതത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അതിൻ്റെ പ്രവാചകനാണ് ഗുരു. അങ്ങനെ ഒരു വലിയൊരു പുതിയൊരു ലോകം. അത് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇല്ല. അത് വത്തിക്കാനിൽ വെച്ച് നടത്തിയിട്ട് ലോക രാജ്യങ്ങളിൽ അതിൻ്റെ മെസ്സേജ് എത്തി എന്നുള്ളത്. അതെ, ലോകരാജ്യങ്ങളിൽ മെസ്സേജ് എത്തി. നമ്മുടെ ഈ കൊച്ചു കേരളം പത്രങ്ങളിലും ചാനലുകളിലും എല്ലാം അറിയപ്പെട്ടു. ഇന്ത്യൻ പത്രങ്ങളിലെല്ലാം വാർത്തയാണ്. വലിയൊരു വാർത്ത ഇറ്റാലിയൻ ഭാഷയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓരോ രാജ്യങ്ങളുടെയും പത്രങ്ങളിലും ശ്രീനാരായണ ഗുരു എന്നും സാധാരണ ഇപ്പം പണ്ട് നമ്മള് ഈഴവ സമുദായത്തിനകത്ത് അടച്ചുകൂട്ടിയിട്ടേക്കായിരുന്നു ഗുരുവിനെ. അതെ, അത് തന്നെ ശരിക്കും പറഞ്ഞാൽ അതെ. വിശ്വഗുരുവിൻ്റെ മുഖം നന്നായി തെളിയിക്കുവാൻ ഈ സമ്മേളനം സഹായിച്ചു. ഇനിയും ഗുരുദേവൻ ആരാണെന്നും ഗുരുവിന്റെ ശരിക്കുമുള്ള ആ കാഴ്ചപ്പാട് എന്താണെന്നും ഇതിലൂടെ നമുക്ക് ശരിക്കും വെളിപ്പെട്ട് കിട്ടി. എനിക്ക് ഇതിനോട് തോന്നുന്നത് ഇനി ഒരുപക്ഷെ ഈ മെയ് 2 നടക്കുന്ന സമ്മേളനത്തിൽ, ലണ്ടനിൽ നടക്കുന്ന സമ്മേളനത്തില് പറ്റുമെങ്കിൽ എനിക്കും വരണമെന്നൊരു ആഗ്രഹം. എല്ലാവരും പഠിക്കണമെന്നാണ്, ഭക്തിയോട് ശ്രദ്ധയോട് കൂടി. അപ്പൊ ഈ മതകലഹങ്ങളൊക്കെ അവസാനിക്കും. അതാണ് അതിന് സാരാംശം ഒന്നാണ്. നമുക്കിനി ആവശ്യമായിട്ടുള്ളത് ഗുരു സ്ഥാപിച്ച സർവമത പാഠശാലയുടെ പ്രവർത്തനം ശക്തമാക്കും. അത് വേണം. സർവമത പാഠശാല, അത് ശിവഗിരിയിലെ ബ്രഹ്മവിദ്യാലയം മതമഹാ പാഠശാല അതൊരു വിശ്വോത്തരമായ ഒരു സർവകലാശാല പോലെയായി മാറി. അതൊരു ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു സർവകലാശാല കേരളം തുടങ്ങിയെങ്കിലും അതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു വിദൂര വിദ്യാഭ്യാസ കേന്ദ്രം ഉണ്ടാക്കിയിട്ട് അതിന് ഗുരുവിൻ്റെ പേര് കൊടുത്തു. അതല്ല വേണ്ടത്. ശിവഗിരിയിൽ ഒരു സർവകലാശാല ഉണ്ടാകും. മാനവദർശനം, അതിൽ ഈ പറഞ്ഞ കണക്ക് മാനവികത എന്താണ് എന്ന് പഠിപ്പിക്കുന്ന, ഇപ്പം അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് സർവ്വ പാഠശാല ഇവിടെ ഉണ്ട്. അത് പ്രവർത്തനം ശക്തമാക്കിയാൽ മതി. പിന്നെ ശിവഗിരിയിൽ ഒരു സർവ്വമത പ്രാർത്ഥനാലയം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അതുപോലെ മറ്റു മതക്കാർക്കും ഇത് തീറെഴുതി കൊടുക്കുക എന്നുള്ളതല്ല. അല്ലല്ല, ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ പാവനമായ നാമധേയത്തിൽ ഒരു മന്ദിരം, ആ മന്ദിരത്തിൽ എല്ലാ മതത്തിൻ്റെ ആളുകൾക്ക് വന്നിരുന്ന് അവരുടെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും സൗകര്യം ഉണ്ടാകും. ഗുരു അതാണല്ലോ ചെയ്തത്. അങ്ങനെ ഒന്നുണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുണ്ടായി കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് വെളിയിൽ നിന്നും ആളുകൾ ശിവഗിരിയിലെത്തും. ഇതാണ് നമ്മുടെ ഗുരു ചെയ്തതല്ലേ. ഒരു വിദേശി സന്യാസം സ്വീകരിച്ചപ്പോഴത്തേക്ക് വിദേശിക്ക് ഗുരു കൊടുത്ത പാൻസും കോട്ടും ടൈയുമാണ്. അതെ, കർക്കിന് കൊടുത്തത്. അതെ, അത്ര വിശാല ആശയം. അത്രയും വിശാല. അപ്പൊ അന്നും ഗുരു പറഞ്ഞെന്താണ്, അതെ, കർക്കായിട്ട് തന്നെ ഇരുന്നാ മതി, കർക്കിന്റെ പേര് പോലും മാറ്റണ്ട എന്ന് പറഞ്ഞ ഗുരുവിന്റെ ആചാരത്തിന്റെ ഭാഗമായിട്ട് സമ്പ്രദായം അല്ല. അപ്പൊ എന്ന് പറഞ്ഞ ഗുരുവിന്റെ ആശയങ്ങളാണ് നമ്മൾ പിന്തുടരുന്നത്. കുഴപ്പമില്ല. അതുകൊണ്ട് അതിന് ആ ഒരു ഗുരു സന്യാസത്തിന് വലിയൊരു മാനം നൽകി. ലോക ചരിത്രത്തിൽ ആദ്യത്തെ സന്യാസ സങ്കല്പം ഭഗവാൻ ബുദ്ധൻ്റേതാണ്. അത് കഴിഞ്ഞ് ശങ്കരാചാര്യർ
ദശനാമി സമ്പ്രദായം ഉണ്ടാക്കി. പിന്നീട് സന്യാസ സമ്പ്രദായം ആരംഭിച്ചത് ഗുരുദേവനാണ്. അപ്പോൾ ഇന്ന് ഭാരതത്തിലുള്ള എല്ലാ ആശ്രമങ്ങളും ഈ ദശനാമിയിൽ പെടുന്നതാണ്. പുരി, ഭാരതി, തീർത്ഥ, വനം, ആശ്രമം എന്നിങ്ങനെ 10 പേരാണ്. പേരിനോടൊപ്പം ഒരാളുടെ പേരിനോടൊപ്പം ഈ 10 ഏതെങ്കിലും നാമം ഉണ്ടാവും. പക്ഷെ ഗുരുദേവൻ ഇത് പിന്തുടർന്നില്ല. ഗുരുദേവൻ്റെ ഒരു സ്വതന്ത്രമായ സന്യാസി സങ്കല്പമാണ് ബുദ്ധൻ, ശങ്കരൻ, ശ്രീനാരായണ ഗുരു. അപ്പോൾ ഗുരു ആരംഭിച്ച സന്യാസ പാരമ്പര്യത്തിൽ ആദ്യത്തെ ശിഷ്യൻ ശിവലിംഗദാസാണ്. പിന്നെ ശാന്തലിംഗ സ്വാമി, നിശ്ചലദാസ് സ്വാമി, ഗുരുപ്രസാദ്, ശിവപ്രസാദ്, സത്യവ്രതൻ, ഇവരൊന്നും ദശനാമിയിൽ പെടുന്നില്ല. എന്നാൽ ദശനാമിയിൽ ചിലത് ഗുരു സ്വീകരിച്ചിട്ടുണ്ട്. നാരായണ തീർത്ഥൻ, ധമ്മതീർത്ഥൻ, ആനന്ദ തീർത്ഥൻ. പിന്നെ വേറെ ശിഷ്യനുണ്ട് ഭാവാഭാരതി, ഈ ദശനാമിൽ പെടുന്നതാണ് ഭാരതി. പിന്നെ വേറെ ശിഷ്യനുണ്ട് ഭൗമാശ്രമ സ്വാമി, ആശ്രമം ഈ ദശനാമിയിൽ പെടുന്നതാണ്. ബോധാനന്ദ സ്വാമി ബോധാനന്ദ ഗിരിയാണ്. ദശനാമിയിൽ പെടുന്ന ചിലത് ഗുരു സ്വീകരിക്കുകയും ഗുരുവിൻ്റെ സ്വന്തം കാഴ്ചപ്പാടോടുകൂടി മറ്റ് ശിഷ്യന്മാരും അങ്ങനെ സ്വതന്ത്രമായ ഒരു സന്യാസ സങ്കല്പമാണ് ഗുരുവിന്. കാര്യത്തിലും ഗുരുവിൻ്റെ ഒരു വിശാല ചിന്തകത. അതിൽ ഒരു പ്രത്യേകത ഉള്ളത്, ഭാരതത്തിൽ 2 പരമ്പരയുണ്ട്. ഒന്ന് വേദാന്തം, ഒന്ന് സിദ്ധാന്തം. സിദ്ധാന്ത പരമ്പര നമ്മുടെ തെക്കേ ഇന്ത്യയിലാണ്. അവിടെ ജീവിച്ചിരുന്ന ഗുരുക്കന്മാർ അപ്പർ സുന്ദർ, മാണിക്യവാചക, ജ്ഞാനസംബന്ധർ, തിരുവള്ളുവർ, ഇവരെല്ലാം വെണ്മയായ വസ്ത്രം ധരിച്ചിരുന്നവരാണ്. ഗുരു ആ ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ്. ഗുരു അത് തുടർന്നു. അങ്ങനെയാണ് ഗുരു വെള്ളവസ്ത്രം ധരിച്ചത്. സാധാരണ ഗൃഹസ്ഥ ഭക്തന്മാർ ധരിക്കുന്ന വെള്ളയല്ല ഗുരുവിൻ്റേത്. സിദ്ധാന്ത സമ്പ്രദായത്തിൻ്റെതായിട്ടുള്ള വെണ്മയായ വസ്ത്രമാണ്. ഗുരു സിലോണിലേക്ക് പോകുമ്പോൾ എല്ലാവരുടെ പറയുന്നു, കേൾക്കോ, സിലോണിലേക്ക് ഗുരുദേവൻ പോകുമ്പോൾ ബോധാനന്ദ സ്വാമി അടക്കമുള്ള ഭക്തന്മാർ, ശിഷ്യന്മാർ പറഞ്ഞു, തമിഴ്നാട്ടിൽ സിലോണിൽ സന്യാസത്തിൻ്റെതായ മാനദണ്ഡം കാഷായമാണ്. അതുകൊണ്ട് വെള്ളവസ്ത്രമായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ആരാണ് ഗുരു എന്നുള്ള തെറ്റിദ്ധാരണ വരും. അതുകൊണ്ട് തൃപ്പാദങ്ങൾ കാഷായം ധരിക്കണം എന്ന് പറഞ്ഞ് ഇവർ കാഷായ വസ്ത്രമായി നിൽക്കുകയാണ്. അപ്പോൾ ഗുരു അരുളി ചെയ്തു, ആര് നമുക്കിത് എടുത്തു തരും എന്നരുളി ചെയ്തിട്ട് ഈശ്വരൻ തന്നെ നമ്മുടെ ഗുരു എന്നരുളി സ്വയം വസ്ത്രം എടുത്ത് ധരിച്ചു. ഇത് 1918 പിന്നീട് 10 വർഷക്കാലം മഹാസമാധിയാകുന്നത് വരെ ഗുരുദേവൻ കാഷായ വസ്ത്രമായിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ PSCക്കുള്ള ക്വസ്റ്റ്യനിൽ ഗുരു സമാധി ആയപ്പോൾ ധരിച്ച വസ്ത്രം ഏതാണ് എന്നിട്ട് വെള്ളവസ്ത്രം എഴുതിയാലേ മാർക്ക് കൊടുക്കുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ഗുരു ആദ്യം വെള്ളം ധരിച്ചു, പിന്നെ കാഷായം ധരിച്ചു. ഇത് എങ്ങനെയാണ് കുമാരനാശാൻ എഴുതിയ നാരായണമൂർത്തി എന്ന പ്രാർത്ഥനയിൽ വേദാഗമ സാരങ്ങൾ അറിഞ്ഞത് അങ്ങൊരുവൻ താൻ ഭേദാദികൾ കൈവിട്ടു ജയിപ്പു ഗുരുവിനെ പറയുന്നുണ്ട്. വേദത്തിൻ്റെയും ആഗമത്തിൻ്റെയും, അതായത് വേദാന്തത്തിൻ്റെയും സിദ്ധാന്തത്തിൻ്റെയും സാരമേകമാണെന്നറിഞ്ഞ് ഭേദങ്ങൾ വിട്ട് അവിടുന്ന് വിരാജിക്കുന്നു. അങ്ങനെ ഭേദമില്ലാത്തത് കൊണ്ടാണ് സിദ്ധാന്ത സമ്പ്രദായത്തിലെ വെള്ള ധരിച്ച ഗുരു അപ്പം തന്നെ വേദാന്ത സമ്പ്രദായത്തിലെ കാഷായം ധരിക്കുന്നതിന് ഒരു മടിയും കാട്ടാതിരുന്നത്. ഇത് രണ്ടും ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതെ, ഇതാണ് ഗുരുവിൻ്റെ സന്യാസ പാരമ്പര്യം. ശിവഗിരി ഇപ്പോഴും പിന്തുടരുന്നതും ഈ പാരമ്പര്യം തന്നെയാണ്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനിൽ ആരംഭിച്ച ഒരു ഗുരുപരമ്പരയാണ് ശ്രീനാരായണ പരമ്പര. പക്ഷേ ഇത് മനസ്സിലാക്കാതെ സദാശിവ സമാരംഭം, ശങ്കരാചാര്യ മധ്യമാം, അസ്മദാചാര്യ പര്യന്താം, വന്ദേ ഗുരു പരമ്പര എന്ന് ചില ആളിലൊക്കെ ചൊല്ലാറുണ്ട്. അത് വാസ്തവത്തിൽ ശ്രീനാരായണ ദർശനം അനുസരിച്ചുള്ള ഒരു ഗുരു പരമ്പര സ്മരണ അല്ല. നമ്മളവിടെ ശിവഗിരി എന്നത് ചൊല്ലിപ്പോരുന്നത് നാരായണ ഗുരുരാധ്യ, ശിവലിംഗാര്യ മധ്യമ, ശ്രീ ബോധാനന്ദ പര്യന്ത, വന്ദേ ഗുരു പരമ്പര. അപ്പോൾ ഇത്രയും നേരം നല്ലൊരു ഈ വത്തിക്കാനിൽ തുടങ്ങി നമ്മുടെ ഗുരുവിൻ്റെ ദർശനത്തിൽ ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ജയപ്രകാശ് സാറ് ഇത്ര യാത്ര ചെയ്ത് ശിവഗിരിയിലെത്തി ഞങ്ങളോട് ചോദിച്ച് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഇത്രയും ഒരു അറിവ് പകർന്നു തന്നതിൽ സാബുജിയോടുള്ള നന്ദിയും ഞാൻ സന്തോഷം. കാരണം ഇങ്ങനെ ഒരു അവസരം
ഈ ഒരു അവസരത്തിന് തന്നെ നിമിത്തം ഈ വത്തിക്കാൻ സമ്മേളനമാണ്. അതെ അതെ അതെ. ഇനിയും ഞാൻ പറഞ്ഞില്ലേ, ഇനിയും ഈ സമ്മേളനങ്ങൾ, ഇത്തരം സമ്മേളനങ്ങൾ ഇന്ത്യക്ക് പിന്തുടരണം. പുറത്ത് അതെ ഉണ്ടാകണം, അതെ. നടത്തണം. അത് ഞങ്ങൾ സന്യാസിമാർ മാത്രം പോരാ, നിങ്ങൾ ഗൃഹസ്ഥ ഭക്തന്മാരും ശിവഗിരിയോടൊപ്പം നിൽക്കണം. തീർച്ചയായിട്ടും. എല്ലാ ഗുരുദേവ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ. നമസ്കാരം.